ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്നലെ വീട്ടിലേക്ക് വന്നതെന്ന് വെച്ചാൽ വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ കുട്ടികൾക്കുള്ള ഡ്രസ്സ് സെലക്ട് ആക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഷാരുമോൻ്റെ അടുത്ത മാസം 8-ാം തീയതി ബർത്ത്ഡേന് 1 വയസ്സ് തികയാണ്. അപ്പോൾ അതിനേക്കുള്ള ഡ്രസ്സ് ഞാൻ വിചാരിച്ചു വീട്ടിൽ നിന്ന് തന്നെ വന്നിട്ട് സെലക്ട് ആക്കാമെന്ന്. ഇവിടെ എന്ന് വെച്ചെങ്കിൽ വിട്ടിട്ട് പോയി മേടിക്കാൻ കുറച്ച് റിസ്ക് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ലീവല്ലേ എന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ വന്ന പകരം ഇതൊന്നും നടക്കുമല്ലോ വിചാരിച്ച് വേറെയും കുറച്ച് കാര്യങ്ങളുണ്ടായി. അങ്ങനെ അപ്പുനെ ഫാദിലിനെ ഷാലുവിനെ ഉപ്പാൻ്റെ അടുത്താക്കിയിട്ട് ഉമ്മാനെയും കൂട്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നടക്കുമ്പോഴത്തേക്ക് ഒരു ഓട്ടോ വന്ന് അതിൽ കയറിപ്പോയി കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ആക്കിയത് താഴെ പോകുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾ ഓട്ടോ വിളിക്കുന്നതാണെങ്കിൽ മാക്സിമം ഒരു 50-60 കൊടുക്കണം. ഇതാവുമ്പോൾ വരുന്ന ഓട്ടോയിൽ കയറുന്നതാണെങ്കിൽ ഒരാൾക്ക് 10 രൂപ അങ്ങനെ കൊടുത്താൽ മതി. അങ്ങനെ എന്തായാലും വരുന്ന ഓട്ടോ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാക്കുമ്പോഴത്തേക്ക് ഓട്ടോ വന്ന് അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങൾ നെല്ലിരിക്കേരി എന്ന സ്ഥലത്തേക്ക് പോയിട്ടോ. അവിടെ പീസ് എടുത്തടിക്കുന്നൊരു സംഭവമുണ്ട്, ജെല്ലാവർ. അങ്ങനെ നമ്മൾ അവിടെ പോയി നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ ആ വീഡിയോയിലെത്തി നോക്കുമ്പോൾ ആ ഷോപ്പിൽ ഞാൻ വിചാരിച്ചൊരു കളറൊന്നും എനിക്കത് സെലക്ട് ചെയ്യാനുള്ള ഉണ്ടായിട്ടില്ല. ആകെ 3 കളറേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. 3 അല്ല 4. അങ്ങനെ 4 ഒരു രസമില്ലാത്തൊരു കളർ. കുറച്ച് ഒരു പറയുന്നു ഇതാണ് അധികം പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചെൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ചത് കിട്ടിയില്ല എനിക്ക്. ഇങ്ങനെ യെല്ലോ, ഒരു റെഡ് ഉണ്ടായി, പിന്നെ ഡാർക്ക് ബ്ലൂ ഉണ്ടായി, പിന്നെ ഗ്രീനും ഉണ്ടായി കേട്ടോ. പിന്നെ അവരോട് അതടിക്കാൻ എത്ര പൈസ ആവും, എത്ര മീറ്റർ വേണം അങ്ങനെയൊക്കെ നോക്കി. പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ച് ഞങ്ങൾ സ്ഥിരം എടുക്കുന്നിടത്ത് അടിച്ചത് തന്നെ കിട്ടുന്നതാണെങ്കിൽ അതല്ലേ നല്ലത്. കുറേ ദിവസമായിട്ടോ ഒരു ജുബ്ബ മേടിക്കണം കുട്ടികൾക്ക് എന്നുള്ള മനസ്സിൽ വിചാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വരുമ്പോൾ ഉമ്മാക്കൊരു ഗ്യാസ് അടുപ്പ് മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അങ്ങനെ ഞങ്ങൾ ഒരു ഷോപ്പിലേക്ക് കയറി. അപ്പോൾ അവിടെ നിന്ന് ഗ്യാസ് അടുപ്പ് നോക്കി അത് സെലക്റ്റാക്കി. ബട്ടർഫ്ലൈൻ്റെ അടുപ്പാണ് ഞങ്ങൾ വാങ്ങിയത്. വീട്ടിലുള്ളതും അത് തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുറേ പാത്രങ്ങളെല്ലാം കണ്ടു നോക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു പൂതി എടുക്കാമെന്ന്. പക്ഷേ എടുക്കാൻ നട്ട് ഉദ്ദേശത്തോടെ വരാത്തതുകൊണ്ട് ഞാൻ വാങ്ങാൻ നിന്നില്ല. വെറുതെ കുറേ എല്ലാത്തിൻ്റെ വീഡിയോ എടുത്ത് ഉമ്മ നോക്കുന്നുണ്ടേനു. അങ്ങനെയൊക്കെ ഓരോന്നിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നടന്ന് കുറച്ച് ദൂരം ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ വെറുതെ ഓട്ടോ വിളിക്കണ്ടെന്ന് നേരെ ഷോപ്പിലേക്ക് വന്നിട്ട് അവിടുന്ന് അവരോട് ചോദിച്ചപ്പോൾ ഉണ്ട് എന്നെല്ലാം പറഞ്ഞ് അതേപോലെ നോക്കി. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കളറ് സെലക്ട് ആക്കി കേട്ടോ. അപ്പോൾ ഇത് 2nd ഫ്ലോർ ആൺകുട്ടികളതാകുമ്പോൾ മേലെയാണ്. ഞങ്ങൾ സ്ഥിരവും വരുന്നതാണ്. ഞാൻ ഈ ചെറിയ വീഡിയോയിലെല്ലാം ഞാൻ അധികം ഷോപ്പിംഗ് വീഡിയോ എന്തെങ്കിലും കാണിക്കുമ്പോൾ ഈ ഒരു സൂപ്പർ ടെക്സിൻ്റെ ഈ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെ മോനൂട്ടന് മുട്ടത്തലീനായിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ. നല്ല പാങ്ങിൽ നിന്നിട്ടുണ്ടായി. സാധാരണ ഷർട്ടെല്ലാം കണ്ടാൽ കുറേ അതിൽ വെച്ച് നോക്കിയിട്ടൊക്കെയാണ് ഞാൻ മുന്നോട്ട് പോക്ക്. പക്ഷേ ഇപ്രാവശ്യം നോക്കിയിട്ടില്ല. എന്താണ് ജുബ്ബ എന്നുള്ളൊരു മനസ്സിൽ അത് ഭയങ്കര ഒരു പൂതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കി നേരെ അതിൻ്റെ ഭാഗം തന്നെ പോയി. പിന്നെ നല്ല ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ബനിയനുണ്ടോയെന്നൊക്കെ നോക്കി. അപ്പോൾ ആദ്യം ഉണ്ടായി പെരുന്നാളുണ്ട് ആ സമയത്തുണ്ടായി അതന്നെ സെലക്ഷനായിട്ട് വേറെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. പിന്നെ അതിനുള്ള ആൾ കുറേ നോക്കി കാണിച്ചു തന്നെ. അങ്ങനെ 3-4 കളർ കാണിച്ചു തന്നെ കേട്ടോ. അപ്പോൾ ഇത് വൈറ്റ്. അപ്പോൾ ഒന്ന് നോക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ 3 ഒത്തിട്ട് കിട്ടുന്നില്ല. ഈ ഗോൾഡൻ കളർ അന്നും ഞാൻ നോക്കിയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായി. പക്ഷേങ്കിൽ ഞാൻ എടുത്തില്ല. എന്താണെന്ന് വെച്ചെങ്കിൽ
ഷാലുവിനില്ല. അന്ന് നോക്കുമ്പോൾ ഷാലുവിനുണ്ടായി. അങ്ങനെ ഞങ്ങളൊരു കളർ സെലക്ട് ആക്കി. അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ കുട്ടികൾക്ക് ജെർസി നോക്കണമെന്നാണ്. ജെർസി വേണമെന്നിട്ട് കുറേ ദിവസമായി ചൊറാക്കുന്നത്. എപ്പോൾ ഉമ്മക്ക് അറിയാം, ഞാൻ മേടിച്ചു കൊടുത്തിട്ടേ ഇല്ല. എനിക്കെന്തോ അതിനോടൊരു താല്പര്യക്കുറവ് പോലെ. അത് ഇട്ടാൽ എന്തോ ഒന്ന് വേണ്ടാന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഡ്രസ്സെല്ലാം സെലക്റ്റാക്കി നേരെ ഇറങ്ങി വരുന്നതാണ് കേട്ടോ. ബില്ല് എടുക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൻ്റെ താഴോട്ടേക്ക് വരുന്നതാണ്. അവിടുന്ന് പിന്നെ എനിക്ക് ഡ്രസ്സ് അതേപോലത്തെ പീസിൽ ടോപ്പ് അടിക്കാമെന്നൊരു മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ കളറിൽ ടോപ്പിന് അടിക്കാനുള്ള പീസ് ഉണ്ടോ നോക്കി, അതും കിട്ടിയില്ല. പിന്നെ ഒന്നും നോക്കില്ല, വേണ്ട വിചാരിച്ച് മക്കൾക്കുള്ള ആ ഇത് എടുത്ത് അതിനുള്ള ബില്ലടിച്ച്. അപ്പം ഞങ്ങൾ പീസ് എടുത്തിട്ടടിക്കുന്നതിനെക്കാട്ടും കുറച്ച് പൈസക്ക് കുറച്ച് ലാഭം ഉണ്ടായി കേട്ടോ. റെഡിമെയ്ഡ് എടുത്ത് നോക്കുമ്പോൾ അതിന് പാൻറ്റും വന്ന് അങ്ങനെ ഒരുപാട് കുറച്ച് ലാഭം ഉണ്ടായി. പിന്നെ അങ്ങനെ കുറച്ച് കുട്ടിക്ക് പമ്പേഴ്സ് വാങ്ങാനുണ്ട്, അതെല്ലാം വാങ്ങി ഞങ്ങൾ എന്താക്കി നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം. അസ്സലാമു അലൈക്കും.